ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് Insta360യുടെ ഒരു ലേറ്റസ്റ്റ് ഗിംബലായിട്ടാണ്. Insta360 Flow 2 Pro. ഇതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ഗിംബലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനോട് അഡീഷണൽ ആയിട്ട് ഒരു ഗിംബൽ, ഒരു മൊബൈൽ ഗിംബൽ എങ്ങനെ, എന്തായിരിക്കും ഒരു മൊബൈൽ ഗിംബൽ, അതിൻ്റെ യൂസസ് എന്താണ്, ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത് മൊബൈൽ ഗിംബലിലും യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് അത് പറഞ്ഞു തരാനും, പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ Insta360യുടെ ഈ ഗിംബലിന് എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, പിന്നെ മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഇതിന് കോമ്പറ്റീറ്റർ ആയിട്ടുള്ള വേറെ കമ്പനീസിൻ്റെ ഏതൊക്കെ ഗിംബൽസ് ഉണ്ട്, ആൻഡ് അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിന് അഡ്വാൻറ്റേജസും അതിന് അഡ്വാൻറ്റേജസും ഞാൻ ഇതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യും. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം ഈ Insta360 Flow 2 Pro ഒന്ന് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം കാണാം. ഈ ഞാനിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്ന ഗ്രേ വേരിയൻ്റ് ആണ്. നമുക്കിത് രണ്ട് ഓപ്ഷൻസിലുണ്ട്, വൈറ്റ് ആൻഡ് ഗ്രേ ഓപ്ഷൻസിലാണ്. അപ്പം ഞാനിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്ന ഗ്രേ ഓപ്ഷനാണ്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ആദ്യം നമുക്ക് ഔട്ട്ലെറ്റ്സ്, നമുക്ക് ഇതിൻ്റെ ബ്രോഷേഴ്സ് എല്ലാം ഇതിനകത്ത് കിട്ടും. ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, ഇതാണ് നമ്മുടെ ഗിംബൽ. ഓക്കെ, ഞാനിതാണ് തുറന്ന് കാണിക്കാം. സോ ദിസ് ഇസ് അവർ ഗിംബൽ. ഭയങ്കര പോർട്ടബിൾ ആണ്, ഭയങ്കര ചെറുതാണ്, കമ്പാറ്റബിൾ ആണ്. ഇത് ആക്ച്വലി ഇപ്പോൾ ഒരു കോമ്പാക്റ്റബിൾ ആയിട്ടാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓൺ ആക്കണമെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാവും. ആൻഡ് ഓൺ ആകുന്ന ഇൻഡിക്കേഷൻ കാണിക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ റെഡ് കാണിക്കുന്നുണ്ട്, ദാറ്റ് മീൻസ് ഇതിപ്പോൾ അതിൻ്റെ മൊബൈലായിട്ട് കണക്റ്റഡ് അല്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ആൻഡ് ഇവിടെയും നമുക്ക് ഇതിൻ്റെ ലൈറ്റിങ്ങും സിസ്റ്റം എല്ലാം കാണാൻ പറ്റും. സോ നോ ദ ഗിംബൽ ഇസ് ഓണാന്ന് കാണിക്കുന്നതാണിത്. ഇതിനി സ്വിച്ച് ഓഫ് ചെയ്യണം, സെയിം പോലെ തന്നെ നമ്മളിത് ഇങ്ങനെ മടക്കിയാൽ മതി. ആൻഡ് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, യു ക്യാൻ സീ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. അത് ഇവിടെ ഒരു ഗ്രൂ ഉണ്ട്, ഗ്രൂവിലേക്ക് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. സോ ഇതാണ് ഗിംബൽ. നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ക്ലാമ്പ് കിട്ടും. ഈ ക്ലാമ്പാണ് നമ്മൾ ആക്ച്വലി മൊബൈലിലേക്ക് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാമ്പ് ഇരിക്കുന്നത്. സോ ക്ലാമ്പ് ഇതൊരു മാഗ്നറ്റിക് ക്ലാമ്പാണ്. അപ്പോൾ ഇത് മൊബൈലിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഗിംബലിനകത്തേക്ക് മാഗ്നറ്റിക്കലി ഇത് കണക്റ്റഡ് ആവും. സോ ഇങ്ങനെ മാഗ്നറ്റിക്കലി ഇത് കണക്റ്റഡ് ആവും. സോ ഇതാണ് ടു മെയിൻ ആക്സസറി. ഇത് മൊബൈലിനകത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇതിനകത്തേക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺ. ഓക്കെ, സോ ഇതാണ് ഗിംബൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഈ ബോക്സാണ്. ഈ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പാംപ്ലെറ്റ് ഉണ്ട്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഡീറ്റെയിൽസ് ചെയ്യുന്ന ഒരു പാംപ്ലെറ്റാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു കവറാണ്. സോ ഇത് അത്യാവശ്യം വലിയൊരു കവറാണ്. ഇത് Insta360 ഗിംബലിന് വേണ്ടി അവർ തന്നേക്കണ കവറാണ്. ആൻഡ് ദേ സ്ട്രിക്ട്ലി മെൻഷൻഡ്, ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഈ കവർ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യണമെന്ന്. കാരണം ഇതിൻ്റെ ഡീകളറിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ഈ കവറിൽ തന്നെ ഇത് കീപ്പ് ചെയ്യാമെന്നാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ദിസ് കവർ നല്ല കവറാണ്, അത്യാവശ്യം വലിയ കവറുമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് വയ്ക്കാം. പിന്നെ അതിൻ്റെ ചെറിയ പാംപ്ലെറ്റ്സ് ഉണ്ട്. നമുക്ക് പിന്നെ Insta360യുടെ സ്റ്റിക്കറിങ് ഉണ്ട്, അതിൻ്റെ എവിടെയെങ്കിലും ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. പിന്നെ അഡീഷണൽ പാംപ്ലെറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കേബിൾ ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ ചാർജിങ് കേബിൾ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അഡാപ്റ്റർ ഒന്നുമില്ല, ഇത് ചാർജിങ് കേബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ റെക്കമെൻഡഡ് പറയുന്നത് 5 volts 2 amps ആണ്. അപ്പോൾ ലാപ്ടോപ്പിലേക്ക് ഇപ്പോൾ കുത്തി ചാർജ് ചെയ്യുകയാണെങ്കിൽ വലിയ സ്ലോ ചാർജിങ് ആയിരിക്കും. ബെറ്റർ 2 amps-ൻ്റെ ഏതെങ്കിലും അഡാപ്റ്റർ ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് ഇറ്റ് ഡയറക്ട്ലി ടു ദിസ് വൺ ആൻഡ് അത് ചാർജ് ചെയ്തോളൂ ഓട്ടോമാറ്റിക്കലി. ആൻഡ് ഓൾമോസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് 2 hours ഓഫ് ചാർജിങ് ആണ്. 2 hours കുത്തി 2 amps-ൻ്റെ ഇതിൽ 2 hours കുത്തി കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ഫുൾ ചാർജ് ആകും. ഇതിൻ്റെ അകത്ത് ആക്ച്വലി പറയുന്നത് ഇറ്റ്സ് 10 amps-ൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത്. 10 hours-ൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത്. 10 മണിക്കൂറാണ് ഇത് പറയുന്നത് നമ്മുടെ നോർമൽ യൂസിൽ. യൂസേജസ് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമ്മുടെ ചെറിയൊരു ഫോണാണ്,
അധികം മോട്ടോഴ്സിൻ്റെ യൂസസ് വരുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ കൂടുതൽ ടൈം കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഹെവി ഫോൺ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ S24 Ultra അങ്ങനത്തെ പോലത്തെ ഫോൺസ്, അല്ലെങ്കിൽ 15 Max Pro 16 അങ്ങനത്തെ ഫോൺസൊക്കെ ഹെവി ഫോൺസ് ആണെങ്കിൽ മോട്ടറിൻ്റെ യൂസേജ് കൂടുതലായിരിക്കും, അപ്പോൾ കൂടുതൽ ചാർജ് യൂസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണോ AI ട്രാക്കിംഗ് ഒരു ഫീച്ചർ ഇതിൻ്റെ അകത്തുണ്ട്. ദാറ്റ് മീൻസ് നമുക്കൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗിംബൽ ഓട്ടോമാറ്റിക്കലി ക്യാമറേനെ അതിനെ ഫോക്കസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഫീച്ചറും നിങ്ങൾ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ചാർജ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ അതും ചാർജിന് ഇത് കുറയ്ക്കാൻ ചാൻസസ് ഉണ്ട്. സോ ദീസ് ആർ ദ ഐറ്റംസ്, ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇനി നമ്മുടെ സെഷൻ വാട്ട് ഈസ് എ ഗിംബൽ എന്നാണ്. ഒരു ഗിംബലിൻ്റെ മെയിൻ യൂസസ് എന്താണെന്നാണ്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ മൊബൈൽസ് എടുക്കുകയാണ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് മൊബൈൽസ് എടുത്താലും അതിൻ്റെ അകത്ത് ഉള്ളൊരു ഫീച്ചറാണ് OIS എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മൊബൈൽസ് എടുത്താലും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് അൺഷേക്ക് ആയിട്ടുള്ള വീഡിയോസും കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസും കിട്ടുന്നതാണ്. പിന്നെ വാട്ട് ഈസ് അഡ്വാൻറ്റേജ്, ഇതിൻ്റെ പുറമെ എന്തിന് ഈ ഗിംബൽ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗിംബൽ ആക്ച്വലി നമുക്ക് കുറച്ചും കൂടെ അഡീഷണൽ സ്റ്റെബിലൈസേഷൻ തരും. ഇപ്പം നമ്മൾ OIS ഒരു മൊബൈലിൻ്റെ അകത്തുള്ളൊരു ഫീച്ചറാണ്, ആൻഡ് അതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് ടു കൺട്രോൾ ദ ഷേക്കിനെസ്. പക്ഷേ ഇറ്റ്സ് നോട്ട് 100% അൺഷേക്കി ആയിട്ടുള്ള വീഡിയോസിന് അതിനെ എടുക്കാൻ പറ്റില്ല. ആൻഡ് ഗിംബൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഗിംബൽ ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഗിംബലിന് 3 ആക്സിസ് ഗിംബിളാണ്, 3 മോട്ടോഴ്സ് ഉണ്ട്. ഈ 3 മോട്ടോഴ്സ് ഇസ് ലൈക്ക് കണക്റ്റഡ് ടുഗെദർ സോ ദാറ്റ് ആ വീഡിയോന് കുറച്ചും കൂടെ സ്റ്റേബിൾ ആവും. എന്താ പറയുക, കുറച്ചും കൂടെ ബെറ്റർ വീഡിയോ ജനറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് എന്താ പറയുക, സിനിമാറ്റിക് ടൈപ്പുള്ള ഷൂട്ട്സ് ആണോ, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഷൂട്ട്സ് ആണോ, നിങ്ങൾ ഓടിയിട്ട് അങ്ങനത്തെ എടുക്കുന്ന ഷൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് റെക്കമെൻഡഡ് യു യൂസ് എ ഗിംബൽ. ഗിംബൽ ഗീവ്സ് യു മച്ച് പെർഫെക്റ്റ്, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരാൻ പോകണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനി ഫീച്ചേഴ്സിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ഗിംബൽ ഇതാണ്, ആൻഡ് ഇതാണ് അതിൻ്റെ മാഗ്നറ്റിക് ക്ലാമ്പ്. ഇവിടെ നമ്മൾ ഫോൺ വെക്കുക, ആൻഡ് ഈ ക്ലാമ്പിൻ്റെ അകത്ത് ഇവിടെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ക്യാമറ ഈ സൈഡിലേക്കാണ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ ഇങ്ങനെ വെക്കുമ്പോൾ ക്യാമറ ഈ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫോൺ അങ്ങനെ വെക്കുക, ആൻഡ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് അൺലോക്സ്. ഓക്കെ, ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ദിസ് ഇസ് ദ ജോയ്സ്റ്റിക്. അപ്പോൾ ഈ ജോയ്സ്റ്റിക്കിൻ്റെ അകത്ത് താഴെ മോഡുണ്ട്, ഇത് പോർട്രേറ്റ് ഇത് ചേഞ്ച് ചെയ്യാനുള്ളതുണ്ട്, അതിൻ്റെ അതർ ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇവിടെ ഇങ്ങനെ LED ഇൻഡിക്കേഷൻസ് ആയിരുന്നു നേരത്തെ മോഡൽസിൽ. ഇവിടെ ഇപ്പോൾ ഇവർ ഈ സർക്കുലർ വീലിൽ തന്നെയാണ് ഇപ്പോൾ ഇൻഡിക്കേഷൻസ് കൊടുക്കുന്നത്. നമ്മൾ മോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മോഡിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ FEP മോഡ്, പാൻ മോഡ്, ഏത് ഓപ്ഷൻസ് ആണെങ്കിലും അതിൻ്റെ അകത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈ വീലാണ് സൂം വീലാണ്. ഇത് സൂം ഔട്ട് ചെയ്യാനും സൂം ഇൻ ചെയ്യാനുള്ള വീൽസാണ്, റൊട്ടേറ്റ് ചെയ്താൽ മതി. ആൻഡ് അഡീഷണൽ ആയിട്ടുള്ള ഇതിലൊരു ഫീച്ചർ എന്താണെന്ന് പറയാം, Insta360 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. Insta360 ആപ്പിൽ തന്നെ നമുക്ക് ഇതിനെ സൂമിൽ നിന്ന് മാറ്റി ഫോക്കസിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഫോക്കസ് ഓറിയൻറ്റഡ് ആയിട്ട്, അപ്പോൾ എന്ന് വെച്ചാൽ ഫോക്കസ് ഔട്ട് കൊടുത്തിട്ട് പിന്നെ ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ഒരു വീഡിയോ ചെയ്യാനാണെങ്കിൽ അത് നിങ്ങൾക്ക് അതും ഇതിനകത്ത് ചെയ്യാം. അപ്പോൾ ഫോക്കസ് ഇൻ ആൻഡ് ഫോക്കസ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കും ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺ വെച്ചായിരിക്കും നമ്മൾ ഇപ്പോൾ ഡബിൾ ടാപ്പ്, സിംഗിൾ ടാപ്പ്, അതിന് ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. സിംഗിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോ ട്രാക്കിങ്ങിലേക്ക് പോകും. അങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രണ്ട് ഫേസിങ് ക്യാമറ, ബാക്ക് ഫേസിങ് ക്യാമറ, അങ്ങനെ ചേഞ്ചസ് വരുത്താനുള്ള ഓപ്ഷൻസ് ആണ് ഈ ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം, ഇത് NFC-യുടെ ഓപ്ഷനാണ്. അപ്പോൾ ഇത് പ്രീവിയസ് ജനറേഷൻസിൻ്റെ ഇപ്പോൾ ഞാൻ പറയാം, നേരത്തെ ആദ്യം ലോഞ്ച് ചെയ്തത് Insta360 Flow ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ജനറേഷൻ Insta360 Flow Pro അതിറങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് ആപ്പിൾ യൂസേഴ്സിനെ ഫോക്കസ് ചെയ്തായിരുന്നു. അവർ ആപ്പിൾ ഡോക്കിറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടല്ലോ, ആ ഫീച്ചറിനെ ഫോക്കസ് ചെയ്തായിരുന്നു ഇത് ഇറക്കിയിരുന്നത്. അപ്പോൾ ആപ്പിൾ ഡോക്കിറ്റിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ആപ്പിൾ ഫോൺസ് ഡോക്കിട്ടുള്ള ഫോൺസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്തേക്ക് കണക്റ്റഡ് ആകുമായിരുന്നു. അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു.
ആൻഡ് സെയിം തിങ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ 2 Proൻ്റെ അകത്തും NFC ഉണ്ട്. ആൻഡ് ദ ഗുഡ് ന്യൂസ് ഇസ് ഇത് ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഇപ്പോൾ ആപ്ലിക്കബിൾ ആണ്. നേരത്തെ ഐഫോൺ യൂസേഴ്സിന് മാത്രമായിരുന്നു, ബട്ട് ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ NFC ഉള്ള ഫോൺസ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് Insta360 ആപ്പ് ഇൻസ്റ്റാളും ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ടു വിത്ത് ദിസ് സെയിം തിങ്. ആൻഡ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ, ഈസിയാണ്. നേരത്തെ ബ്ലൂടൂത്ത് വെച്ച് നമ്മൾ കണക്ട് ചെയ്യായിരുന്നു, ബട്ട് ഇപ്പോൾ ഇത് NFC കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ആൻഡ് മച്ച് ഫാസ്റ്റർ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ്. യു ഹാവ് ചാർജിങ് പോർട്ട്, ഇവിടെയാണ് ചാർജിങ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് വേറൊരു അഡീഷണൽ ഫീച്ചർ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പവർ ബാങ്ക് ആസ് വെൽ. ഇവിടെയും വേറൊരു ചാർജിങ് പോർട്ട് ഉണ്ട്. ഇൻ കേസ് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഈസ് ഡ്രെയിൻഡ് ഔട്ട്, ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഡ്, ആ ഒരു ഓപ്ഷനിലാണെങ്കിൽ യു ക്യാൻ കണക്ട് ഇറ്റ് ത്രൂ ദിസ് കേബിൾ ആസ് വെൽ. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഗിംബൽസിന് വെച്ച് ഇതിനൊരു സ്പെസിഫിക് യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ 360 മോട്ടർ. ഇവിടെ ഒരു 360 മോട്ടറുണ്ട്. ആൻഡ് ഈ മോട്ടറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ ഗിംബൽ ഇവിടെ വെച്ചിട്ട് ആക്ച്വലി ഗിംബലിന് ചുറ്റും നടക്കുകയാണെങ്കിൽ അതിന് 360 ഡിഗ്രിയിൽ നമ്മളെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഓട്ടോ ട്രാക്കിംഗ് കൂടെ ഇട്ട AI ട്രാക്കിംഗ് ഫീച്ചർ ഇട്ടിട്ട് നമ്മൾ 360 ഡിഗ്രി നമ്മളിപ്പോൾ ഈ ഗിംബലിനെ റൊട്ടേറ്റ് ചെയ്ത് നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഈ ഗിംബലിന് അത് യൂസ് ചെയ്ത് മീൻസ് ആക്ച്വലി അതിനെ റൊട്ടേറ്റ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഫുൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ ഇതിന് ഇൻബിൽഡ് ട്രൈപോഡ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ പല ഗിംബിൾസ് എടുക്കുവാണെങ്കിലും നമ്മൾ എക്സ്റ്റേണലായിട്ട് ട്രൈപോഡ് യൂസ് കൊണ്ട് നടക്കണം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മീൻസ് ഇതിന് 3 legs ഇൻബിൽഡായിട്ടുള്ള 3 legs ഇവിടെ തന്നെയുണ്ട്. സോ ദാറ്റ് നമുക്കിത് ഒരു ടേബിളിൽ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് ഇത് വെക്കാൻ പറ്റും ഇതേപോലെ. ആൻഡ് അത് വെച്ച് നമുക്ക് എവിടെയെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്യാനും എല്ലാ ഓപ്ഷൻസും. ആൻഡ് ഇറ്റ്സ് വെരി പോർട്ടബിൾ. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ല. ട്രൈപോഡ് കൊണ്ട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു ഫീച്ചർ, അഡീഷണൽ ഒരു ഫീച്ചർ ഈ പുതിയ മോഡലിനകത്ത് വന്നേക്കുന്ന ഒരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി ടിൽറ്റ് ആംഗിളാണ്. ഇപ്പോൾ യൂഷ്വലി ഏത് ഗിംബിൾസ് എടുത്താലും അതിനൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് ടിൽറ്റ് ആംഗിൾ ഭയങ്കര കുറവായിരിക്കും. ഇപ്പം നമ്മൾ ഇതിൻ്റെ തന്നെ ഏർലിയർ മോഡൽ എടുക്കുവാണെങ്കിൽ പ്രോ ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ടിൽറ്റ് ആംഗിൾ ഭയങ്കര ചെറുതാണ്. ടിൽറ്റ് ആംഗിൾ മീൻസ് നമ്മളിപ്പോൾ ഒരു താഴേന്നുള്ളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന പാൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഓപ്ഷനിൽ ആക്ച്വലി നമ്മുടെ ഈ മോട്ടർ അത്രയും കൂടുതൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് ഉള്ള നമ്മൾ ഗിംബൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ആ ഗിംബൽസിന് ആക്ച്വലി ഹെഡിൻ്റെ ഈ ഏരിയയിൽ മോട്ടർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പോർട്രേറ്റ് ടു ലാൻഡ്സ്കേപ്പ് ചേഞ്ചിങ് അങ്ങനത്തെ ഓപ്ഷൻസ്, പിന്നെ ഇവിടെ റൊട്ടേറ്റഡ്, ഇപ്പോൾ എന്താ പറയുക, റൊട്ടേറ്റഡ് വ്യൂസ് ഇല്ലേ, റൊട്ടേറ്റഡ് ടൈപ്പ് റൊട്ടേഷനുള്ള ടൈപ്പ് വീഡിയോസ്, ആ ടൈപ്പ് വീഡിയോസ് എടുക്കാനൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും ആ ഗിംബൽസിൽ. പക്ഷേ ഈ മോഡലിനകത്ത് അവർ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇത് നിങ്ങൾ അൺലോക്ക് ചെയ്ത സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ തന്നെ ട്രൈപോഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്കിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിൻ്റെ ട്രൈപോഡ് നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അകത്താണ് ആക്ച്വലി ടിൽറ്റ് ആംഗിളിൻ്റെ ഫീച്ചർ അവർ കൊണ്ടുവന്നത്. നമ്മളിവിടെ ഇതിങ്ങനെ ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ ഗിംബൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഗിംബൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനത്തെ ആംഗിൾസിൽ നിന്നുള്ള ഇങ്ങനത്തെ ഷൂട്ട്സ്, ഇത് ഇൻഫിനിറ്റി ടിൽറ്റ് ആംഗിൾ എന്നാണ് അവർ പറയുന്നത്. ദാറ്റ് മീൻസ് യു ക്യാൻ ടിൽറ്റ് ആസ് മച്ച് ആസ് യു വാണ്ട്, എത്ര വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു ഫീച്ചർ ആക്ച്വലി ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് 3 axis ഉള്ള ഒരു ഗിംബലിനകത്തായിട്ട് വരുന്നത്. ആൻഡ് ദേ ഹാവ് ക്രാക്ഡ് ഇറ്റ് വെരി വെൽ ആൻഡ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആക്ച്വലി. അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ ഫീച്ചർ. ഇതിപ്പോൾ നമുക്ക് റിട്രാക്ട് ചെയ്ത് ഇങ്ങനെ വെക്കുകയും ചെയ്യാം. ഇതിൻ്റെ വൺ ഓഫ് ദ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റിൽ ഇതേപോലെ ഗിംബൽസ് കുറേ അവൈലബിൾ ആണ്. ആൻഡ് ആ ഗിംബൽസിൽ എല്ലാത്തിനും മിക്കതിനും AI ട്രാക്കിംഗ് ഫീച്ചർ ഉള്ളതാണ്. ആൻഡ് AI ട്രാക്കിംഗ് ഫീച്ചറിൽ എങ്ങനെയാണ്, അറ്റ്ലീസ്റ്റ് ഓരോ ഒബ്ജക്റ്റിനെ അറ്റ് എ ടൈം ഓരോ ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് അതിനെ ട്രാക്ക് ചെയ്ത് ഗിംബൽ വെച്ച് ഷൂട്ട് ചെയ്യാം. അതാണ് അതിൻ്റെ ഓപ്ഷൻ.
ബട്ട് ഈ ഒരു പർട്ടിക്കുലർ ഗിംബലിൽ അവരൊരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സിനെ ആ ഫ്രെയിമിൻ്റെ അകത്ത് തന്നെയുള്ള മൾട്ടിപ്പിൾ ഒബ്ജക്ട്സിനെ നമുക്ക് അറ്റ് എ ടൈം ട്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ആ ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ കൊള്ളിക്കാൻ പാകത്തിന് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സിനെ ഇത് ചെയ്ത് അത് ഗിംബൽ അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് തരും. ആൻഡ് ഇതിൻ്റെ അകത്ത് വേറെ പറയുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് AI ട്രാക്കിങ്ങിൻ്റെ അകത്ത് സൂം ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ്, അത് ഗിംബൽ തന്നെ നമ്മുടെ ബാക്കിലേക്ക് നീങ്ങുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സൂം ചെയ്യലും പിന്നെ സൂം ഔട്ട് ചെയ്യലും അതൊക്കെ ഓപ്ഷൻസും ഉണ്ട്. വേറൊരു അഡീഷണൽ ഫീച്ചർ അത് Insta360 ആപ്പിലുള്ള ഒരു ഫീച്ചറാണ്. അത് നമ്മൾക്ക് ആ ആപ്പിൽ വീഡിയോ പ്രോംപ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്ക്രിപ്റ്റ് നമുക്ക് ഈ വീഡിയോ പ്രോംപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ഇത് ലോഡ് ചെയ്യാം. ആൻഡ് നമുക്ക് നമ്മുടെ വീഡിയോ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ആക്ച്വലി ഇത് കാണിച്ചു തരും. ആൻഡ് നമുക്ക് അതിനെ ബേസ് ചെയ്ത് റീഡ് ചെയ്യാം. സോ ഇറ്റ്സ് എ വെരി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ആക്ച്വലി ഒരു സ്ക്രിപ്റ്റ് ഒബ്വിയസ്ലി ഉണ്ടാവും. ആ സ്ക്രിപ്റ്റ് നമുക്ക് അതിനകത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ തന്നെ അതിങ്ങനെ കാണാം. പാരലലി ഷൂട്ടിങ്ങും ചെയ്യാൻ പറ്റും. ആൻഡ് അതൊരു ഭയങ്കര നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. Insta360 മാർക്കറ്റിൽ വന്നിട്ട് അധികം ടൈം ആവുന്നില്ല. ഓൾമോസ്റ്റ് അവരിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 years ആയിട്ടുള്ളൂ. ഇത് അവരുടെ 3rd മോഡലാണ് ഈ ടൈം ഫ്രെയിമിൽ. ഫസ്റ്റ് 2 മോഡൽസിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് അതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടാണ് അവരിപ്പോൾ ഓൾമോസ്റ്റ് ഈ 3rd മോഡൽ ഈ Flow 2 Pro ഇറക്കിയേക്കുന്നത്. ഫസ്റ്റ് മോഡൽ ഏറ്റവും വലിയൊരു ഒരു പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാൻഡിലായിരുന്നു. ഹാൻഡിൽ ഭയങ്കര ചെറുതായിരുന്നു. സോ ദാറ്റ് വലിയ ഹാൻഡ്സുള്ള ആൾക്കാർക്ക് അത് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് അതിനെ റിജക്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ അതിനൊരു അഡീഷണൽ ഇവിടെ ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ട്രൈപോഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചാൽ ചെയ്യാൻ പറ്റുമെന്നാണ് മിക്കവരും ആക്ച്വലി നോക്കിയിട്ട് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് അവരിപ്പോൾ മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആക്ച്വലി ഹാൻഡിൽ നല്ലൊരു വലിയ ഹാൻഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് വിച്ച് ഇസ് എ ബിഗ് അഡ്വാൻറ്റേജ്. പിന്നെ നേരത്തെ സ്റ്റാൻഡ് ഈ താഴെയുള്ള ട്രൈപോഡ് സ്റ്റാൻഡ് ഭയങ്കര ഫ്രാജൈലായിരുന്നു. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പതുക്കെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു വിൻഡി ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ പോലും അത് അനങ്ങാൻ തുടങ്ങുമായിരുന്നു. ആൻഡ് വിച്ച് വാസ് വെരി ബാഡായിരുന്നു. ഇപ്പോൾ ആക്ച്വലി കുറച്ചും കൂടെ സ്റ്റേഡി ആയിട്ടുള്ള ഒരു ട്രൈപോഡ് സ്റ്റാൻഡാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് കോമ്പറ്റീഷനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ മാർക്കറ്റിലുള്ളത് DJI ഉണ്ട്, പിന്നെ ഹോഹെം ഉണ്ട്, പിന്നെ ജിയോൺ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഹോഹെമ്മിൻ്റെ M7 എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ആക്ച്വലി നല്ല ഒരു ഗിംബലാണ്. അത് ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിന് ഓൾമോസ്റ്റ് 300-320 grams വരെ പേലോഡാണ്. എന്ന് വെച്ചാൽ അത്രയും വെയിറ്റുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെക്കാൻ പറ്റും. ബട്ട് ഹോഹെം അതിലും കൂടുതൽ വെയിറ്റ് അതിന് യൂസ് ചെയ്യാൻ പറ്റും. അത് ഹോഹെമ്മിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കിപ്പോൾ അഡീഷണൽ ലെൻസസ്, ഫിൽറ്റേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അഡീഷണൽ സാധനങ്ങൾ നമ്മുടെ മൊബൈലിലേക്ക് ഇപ്പോൾ എന്താ പറയുക റിസീവർ, നമ്മുടെ മൈക്സിൻ്റെ റിസീവേഴ്സ് അതൊക്കെ വെക്കുമ്പോൾ അഡീഷണൽ വെയിറ്റ് വരുമല്ലേ. അപ്പോൾ അതൊക്കെ താങ്ങാനുള്ള ശേഷി ആക്ച്വലി ഹോഹെമ്മിൻ്റെ ഇതിൻ്റെ അകത്ത് പറ്റും. ഈ പർട്ടിക്കുലർ ഗിംബലിന് ഓൾമോസ്റ്റ് 300-320 grams വരെ പറ്റുള്ളൂ. ഹോഹെമ്മിൻ്റെ അതിൽ കൂടുതൽ പറ്റും. പിന്നെ ഹോഹെമ്മിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ജോയ്സ്റ്റിക് പാർട്ട് അവിടെ ഒരു സ്ക്രീനുണ്ട്. ഇറ്റ്സ് എ ടച്ച് സ്ക്രീൻ. ആൻഡ് സ്ക്രീൻ നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് കയ്യിൽ കൊണ്ടുപോയി നടക്കാം. അപ്പോൾ ആ സ്ക്രീൻ വെച്ചിട്ട് നമുക്ക് ആക്ച്വലി നമുക്ക് ഗിംബലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് അതൊരു മാഗ്നറ്റിക് ടൈപ്പ് ഒരു റിമോട്ട് പോലെയാണ്. യു ക്യാൻ പ്ലേസ് ഇറ്റ് ബാക്ക് ആൻഡ് അത് അതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് ആവും. പക്ഷേ കുറേ ഞാൻ കേട്ടിട്ടുണ്ട് ദാറ്റ് ആ മാഗ്നറ്റ് ഇസ് നോട്ട് ടു മച്ച് സ്ട്രോങ് ആൻഡ് പലർക്കും അത് മിസ്പ്ലേസ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഗിംബലിൽ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനൊരു ഫീച്ചറുണ്ട് വിച്ച് ഈസ് കോൾഡ് നമുക്ക് Insta360 ആപ്പിൻ്റെ അകത്ത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് വേറെ ഒരു ഫോൺ വെച്ചിട്ട് ഇതിൻ്റെ അകത്തൊരു QR കോഡ് വരും. ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ലൈവ് ഫീഡിലേക്ക് ഒരു വെബ്സൈറ്റിലേക്ക് അത് ലിങ്ക് ചെയ്യും. ആൻഡ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ആ സെക്കൻഡ് ഫോൺ വെച്ച്
നമുക്ക് ഈ ഗിംബലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ OHEMൽ നമ്മൾ ആ പർട്ടിക്കുലർ ജോയ്സ്റ്റിക്ക് റിമൂവ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്ന ഫീച്ചർ നമുക്ക് ഇതിൽ ഒരു സെക്കൻഡ് ഫോൺ വെച്ച് നമുക്ക് ഈ ഗിംബലിനെ കൺട്രോൾ ചെയ്ത് സെയിം ടൈപ്പ് തന്നെ ചെയ്യാൻ പറ്റും. ആൻഡ് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ അകത്ത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് OHEMൻ്റെ പുതിയ റിലീസ് വന്നപ്പോൾ അവർ ചിലപ്പോൾ ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും. അതൊക്കെയാണ്. പക്ഷെ OHEMൻ്റെ അകത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് വെയിറ്റ് അഡ്ജസ്റ്റിങ് ഭയങ്കര എന്താ ഇപ്പോൾ അതിൻ്റെ അകത്ത് 3 ലെവൽ ലോക്കിംഗ് ഉണ്ട്. ഓരോന്ന് അൺലോക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ സ്റ്റേബിൾ ആവുന്ന രീതിയിൽ വെച്ച് നമ്മൾ ലോക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ആൻഡ് OHEM വലിയൊരു ഗിംബലാണ്, മൊബൈൽ ഗിംബലാണ്. ഇതിൻ്റെ അകത്ത് പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഫോണിൻ്റെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി ഗിംബൽ വെയിറ്റ് അസസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. അതൊരു വെരി ഈസി. നമുക്കൊരു ബിഗിനേഴ്സ് ഒക്കെയാണ് അല്ലെങ്കിൽ ആർക്കും യൂസ് ചെയ്യുന്ന ആർക്കും ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ വേറെ ഉള്ളത് DJIയുടെ ആണ്. DJIയുടെ ഓസ്മോ 6 മൊബൈൽ, ഓസ്മോ മൊബൈൽ 6 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. അത് ഓൾമോസ്റ്റ് ഇറങ്ങിയിട്ട് ഇപ്പോൾ 1.5-2 years ആയി. DJI ഇപ്പോഴും അതിൻ്റെ ലേറ്റസ്റ്റ് കൊണ്ടുവന്നിട്ടില്ല. ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ഒരു SE എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റ് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ ആ വേരിയൻറ്റിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ സൈഡ് വീലില്ല, പകരം അതിനൊരു നോബ് പോലെ വെച്ചേക്കുവാണ് ഫോർ സൂം ഇൻ സൂം ഔട്ട്. വേറെ അതിനൊരു ബിഗർ ബാറ്ററി ആണ് അവർ വെച്ചേക്കണേന്ന് പറയണേ. പക്ഷെ എന്നാലും അത്ര വലിയ അഡ്വാൻറ്റേജ് ആ ബാറ്ററി ലൈഫിന് ഇല്ലെന്നാണ് മനസ്സിലാവുന്നത്. DJI ഓസ്മോ മൊബൈൽ 6 ഓൾമോസ്റ്റ് 6 hours ബാറ്ററി ലൈഫ് പറയുന്നത്. ഈ SE വേരിയൻറ്റിന് ഏതാണ്ട് 7-8 hours പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് 10 hours കിട്ടും. മറ്റേതിനെ കമ്പയർ ചെയ്ത് കുറച്ചും കൂടി ബെറ്റർ ആണ്. ആൻഡ് അതിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഇതിൻ്റെ അകത്ത് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് വയർ കണക്ട് ചെയ്ത് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെയിം തിങ് OHEMനും ഉണ്ട്. DJIയുടെ ആക്ച്വലി ഗിംബൽ ഭയങ്കര നല്ലതാണ്. പക്ഷേ DJIയുടെ മീമോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിലാണ് അത് റൺ ചെയ്യുന്നത്. പക്ഷെ ആ ആപ്പിൽ കുറേ ഗ്ലിച്ചസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല ടൈമിലും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അത് സ്വിച്ച് ഓഫ് ആയി പോകും. അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അവർ ലൈറ്റ് കട്ട് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ആപ്പും പറയുന്നുണ്ട്. അതിനും സെയിം ഇഷ്യൂസാണ്. ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പലപ്പോഴും അത് സ്റ്റക്കായി ഓഫായി പോകുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ Insta360യുടെ ആപ്പ് ഭയങ്കര സ്മൂത്താണ്. അതിന് ട്വീക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭയങ്കര സ്മൂത്തായിട്ടാണ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് നടക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഷൂട്ടിംഗ് വേണോ, ഡോളി ടൈപ്പ് ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ പാൻ ഷൂട്ടിങ്ങോ സ്റ്റിൽ ഷൂട്ടിങ് ഏത് വേണോ എല്ലാ ഓപ്ഷൻസും അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ട്യൂട്ടോറിയൽ സെക്ഷൻസ് ഉണ്ട്. നമുക്കൊരു വീഡിയോ അവർ കാണിച്ചു തരും. ആൻഡ് അതേപോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ അതെങ്ങനെയാണ് ചെയ്യണമെന്നും അത് അസിസ്റ്റ് ചെയ്ത് തരും. നമുക്ക് ആ പർട്ടിക്കുലർ സെയിം ടൈപ്പ് ഒരു വീഡിയോ നമുക്ക് തന്നെ രീതിയിൽ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ അഡ്വാൻറ്റേജ് Insta360യുടെ ആപ്പിലും ഉണ്ട്, നമ്മുടെ DJIയുടെ ആപ്പിലും ഉണ്ട്. പക്ഷെ DJIയുടെ ആപ്പിൽ കുറച്ച് ഗ്ലിച്ചസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി എടുക്കുമ്പോൾ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ കമ്പാറ്റബിൾ ആയിട്ട് തോന്നിയത്. ഫീച്ചർ വൈസും എല്ലാം ഇപ്പോൾ എന്താ പറയുക, ഫീച്ചർ ലോഡഡ് ആണ്. ഇഷ്ടം പോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇത് എന്താ പറയുക, ഇത് കിതക്കില്ല. നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്ന ഒരു ടൈപ്പ് ഒരു ഗിംബലാണ്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് അവർ ഫ്രീക്വൻ്റ്ലി അവരുടെ ആപ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. DJI ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് കേട്ടത് DJI ഓസ്മോ മൊബൈൽ 7 വേർഷൻ അവർ ഇറക്കുന്നുണ്ടെന്നാണ്. FCC അക്രഡിറ്റേഷന് വേണ്ടി അവർ അപ്ലൈ ചെയ്തതിലൊക്കെ നമുക്ക് ഓൺലൈൻ ലീക്സ് ഒക്കെ കാണുന്നുണ്ട്. ആൻഡ് അതും നല്ലതായിരിക്കും. DJI വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നത് ലീഡിങ് ആയിട്ട് ഗിംബൽ പറയുന്നത് OHEMൻ്റെ ഗിംബലായിരിക്കും. കാരണം അത് ഭയങ്കര ഫീച്ചർ ലോഡഡ് ആണ്. പക്ഷെ ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ചെറുതായിട്ട്. പിന്നെ വരുന്നത് ഈ നമ്മുടെ Flow 2 Pro ആണ്. Flow 2 Pro ആക്ച്വലി ഭയങ്കര നല്ല ഗിംബലാണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി വെരി ഗുഡ് കമ്പാനിയൻ ഫോർ എനിബഡി ഹൂസ് ലൈക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നവർ, ഡേ ടു ഡേ ലൈഫ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത് ഒരു വലിയ ഗുഡ് കമ്പാനിയനാണ്. ഇപ്പം എൻ്റെ കുറേ റിസർച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫൈനലി ഐ സെറ്റിൽ ഡൗൺ വിത്ത് ദിസ് വൺ. അത് എനിക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിത് തന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്.
DJയുടെ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഇഫ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DJയുടെ വരുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സും കൂടെ നോക്കാം. പക്ഷേ എന്നാലും കുറച്ചും കൂടെ ഇപ്പം എനിക്ക് ഇൻസ്റ്റ യൂസ് ചെയ്തിട്ട് ഐ ഫീൽ ലൈക്ക് ഇൻസ്റ്റയാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് ഇതുകൊണ്ടാണ് ഞാനിത് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇത് മേടിച്ചത്. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു യൂസ്. സോ ഐ റെക്കമെൻഡ് ദിസ്. ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. ഓക്കെ, താങ്ക് യു.